ചേട്ടന്റെ കണ്ണ് നിറയുന്നതാണോ എനിക്ക് ലൈറ്റ് കൊണ്ട് തോന്നുന്നതാണോ? ലേറ്റായിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു കരയാണോ. അയ്യടാ. ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അങ്ങനെ ഗംഭീര ഷോർട്ട് ഫിലിമോ ഗംഭീര പെർഫോമൻസോ ഒന്നുമല്ല. അതായത് അതുപോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നിൽ നിന്നുള്ളതാണ് സത്യസം. അല്ല അങ്ങനെ മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രിവ്യൂവിന് ഇവിടെ ലാൽ മീഡിയയിൽ വെച്ചിട്ട് ഇത് കണ്ടിട്ട് അപ്പന്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഒയ്യാടാ. അത് ഷോർട്ട് ഫിലിമിന്റെ എന്റെ പെർഫോമൻസ് കണ്ടു പറഞ്ഞല്ല, ആ ഒരു ശ്രമത്തിന് അതിന് മുമ്പ് ഞാൻ പറയുന്നതിനേക്കാൾ ഇത് ചെയ്തിട്ട് പറയുന്ന സമയത്ത് എത്ര ചെറിയ അച്ചീവ്മെന്റ് ആണെങ്കിൽ ഞാനിതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പ്രൗഡായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് സിനിമയിലൊക്കെയാണ്. അത് ഭയങ്കര അപ്പൊ അതെന്ന് വെച്ചാൽ അത് ഒരിക്കലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും മുൻവിധികളോ അല്ലെങ്കിൽ സിനിമാ മേഖലയോടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഞാൻ എഴുതി അങ്ങനത്തെ ചിന്തകളൊന്നുമല്ല. എന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കരുതലായിരിക്കണം അങ്ങനെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഞാനത് വളരെ സീരിയസ് ആയിട്ടാണ് അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാ. ചേട്ടന്റെ കണ്ണ് നിറയുന്നതാണോ എനിക്ക് ലൈറ്റ് കൊണ്ട് തോന്നുന്നതാണോ? ലേറ്റായിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു കരയാണോ. അയ്യടാ.